ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മസ്കറ്റ് ഗവർണറേറ്റിനോട് ചേർന്ന് അമ്രാത്ത് വിലായത്തിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വ്യാഴാഴ്ച രാത്രി പ്രാദേശിക സമയം 10:49 ഭൂചലനം റിപ്പോർട്ട് ചെയ്തത്. റിക്ടർ സ്കെയിലിൽ 0.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം 5 കിലോമീറ്റർ ആഴത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. മസ്കറ്റിൽ നിന്നും 16 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് പ്രഭവ കേന്ദ്രമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാടക കരാർ സേവനങ്ങൾ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്നതായി മസ്കറ്റ് നഗരസഭയുടെ അറിയിപ്പ്. ഈ മാസം 5 മുതൽ നഗരസഭയുടെ ഓൺലൈൻ പോർട്ടലിലൂടെയുള്ള വാണിജ്യ വാടക കരാറുകളുടെ രജിസ്ട്രേഷൻ, പുതുക്കൽ, ഭേദഗതി എന്നീ സേവനങ്ങളെല്ലാം നിർത്തലാക്കും. സേവനങ്ങൾ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാവുകയും ചെയ്യും. ഡിജിറ്റൽ പരിവർത്തനത്തിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെന്നും മസ്കറ്റ് നഗരസഭ പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി രജിസ്ട്രേഷൻ നടപടികൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിലൂടെ കെട്ടിട ഉടമയും ഉപയോക്താവും തമ്മിലുള്ള ഇടപാടുകൾ എളുപ്പമാകും. നഗരസഭ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാകും. ഇലക്ട്രോണിക് സർട്ടിഫൈഡ് ലീസ് കരാറുകൾ ജുഡീഷ്യൽ ബോർഡ് ഉൾപ്പെടെയുള്ള വിവിധ അധികാരികൾ ഔദ്യോഗിക രേഖകളായി പരിഗണിക്കും. കോടതികളിലെ വ്യവഹാര നടപടികൾ എളുപ്പമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമായാണിത്. അതേസമയം വാടക കരാറുകൾ ഉറപ്പുവരുത്തണമെന്ന് നഗരസഭ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ വാടകക്കാരന്റെയും കെട്ടിട ഉടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുക. മാത്രമല്ല, പാർപ്പിട വാണിജ്യ വസ്തുക്കളുടെ വാടക ഡാറ്റാബേസ് നിർമ്മിക്കാനും ഇത് സഹായിക്കും. ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിലെ ഇലക്ട്രോണിക് എഗ്രിമെന്റ് ഫോം പൂരിപ്പിച്ച് വാടക കരാർ രജിസ്റ്റർ ചെയ്യാം. വാടക കരാർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും 50 റിയാലിനും 500 റിയാലിനും ഇടയിൽ പിഴ ഈടാക്കുകയും ചെയ്യും. 24 മണിക്കൂർ മുതൽ 6 മാസം വരെ ജയിൽ ശിക്ഷയുമുണ്ടാകും. കരാറുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റിയിലെ അർബൻ ഇൻസ്പെക്ഷൻ വകുപ്പുകൾ പരിശോധനയും നടത്തുന്നുണ്ട്. അതേസമയം നഗരസഭയുടെ വിവിധ സേവനങ്ങൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വീടുകളിലിരുന്ന് തന്നെ നഗരസഭയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ബലദിയ ആപ്പിനും ഏറെ ഉപകാരമാണ്. ഒമാൻ 2040 ഭാഗമായാണ് ഇലക്ട്രോണിക് വൽക്കരണം. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ജനുവരി 18 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 8 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 9 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു എങ്കിലും ഒരാൾ പിൻവലിക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിവരെയായിരിക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. നിലവിലെ ബോർഡ് അംഗങ്ങളായ സെയ്ദ് അഹമ്മദ് സൽമാൻ, ഷമീർ PTK, നിതീഷ് കുമാർ, കൃഷ്ണേന്ദു എന്നിവർക്ക് പുറമെ ഡോക്ടർ സജി ഉതുപ്പാൻ, വിജയ് ശരവണ ശങ്കർ, പ്രഭാകരൻ കൃഷ്ണമൂർത്തി, ദാമോദർ R എന്നിവരാണ് മത്സരരംഗത്തുള്ള മറ്റ് 4 പേർ. ഇവരിൽ 2 സ്ഥാനാർത്ഥികൾ നേരത്തെയും മത്സരിച്ചിരുന്നു. മത്സരരംഗത്തുള്ളവരിൽ പകുതി പേരും മലയാളികളാണ് എന്നതും ശ്രദ്ധേയമാണ്. വിജയ് ശരവണ ശങ്കരൻ നിലവിൽ ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റാണ്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11ഉം തൊട്ടു മുമ്പുള്ള വർഷം 14ഉമായിരുന്നു സ്ഥാനാർത്ഥികൾ. സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ സ്ഥാനാർത്ഥി നിരക്കാണ് ഇത്തവണത്തേത്. ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് 5 അംഗങ്ങളെയാണ് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നത്. 18 രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലാണ് വോട്ടെടുപ്പ്. ISMലെ 5125 രക്ഷിതാക്കൾക്കാണ് ഈ വർഷം വോട്ടവകാശമുള്ളത്. അതേസമയം സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറഞ്ഞ സാഹചര്യത്തിൽ ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറയാനിടയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും 65% താഴെ മാത്രമായിരുന്നു പോളിംഗ്. വോട്ടെടുപ്പ് എളുപ്പമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വൈകിട്ട് ഫലവും പ്രഖ്യാപിക്കും. റീകൗണ്ടിംഗ് ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് 19 തന്നെ അപേക്ഷ സമർപ്പിക്കണം. 22 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ പട്ടിക ചെയർമാന് കൈമാറുമെന്നും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അടുത്തതോടെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാണ്. പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങളും മറ്റും വ്യത്യസ്ത രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ തുടരുകയാണ് സ്ഥാനാർത്ഥികൾ.
നിസ്വ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലെ ശുദ്ധീകരിച്ച ജലശേഖരണ ബേസിൻ ഭാഗികമായി തകർന്ന് മാർക്കറ്റിൽ വെള്ളം കയറി. വെള്ളിയാഴ്ചയുണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ കച്ചവടക്കാരുടെ സാധനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു. കുളത്തിലെ ഫീഡർ ട്യൂബ് പൊട്ടി വെള്ളം വാദി ഖൽബുവിലേക്ക് ഒഴുകിയതാണ് കവിഞ്ഞൊഴുകാൻ കാരണമെന്ന് നമ വാട്ടർ സർവീസസ് കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. സംഭവത്തിൽ ക്ഷമാപണം നടത്തിയ നമ സാഹചര്യം നിയന്ത്രിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുമായും ഫീൽഡ് ടീമുകളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അറിയിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും അപകട കാരണങ്ങൾ തിരിച്ചറിയുന്നതിനും ഫീൽഡ് ടീമുകളും പ്രവർത്തിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ പിന്നീട് പൗരന്മാർക്ക് നൽകുമെന്നും അറിയിച്ചു. ദാഖ്ലിയ ഗവർണറേറ്റിൽ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും വൻതോതിൽ നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്തതായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു.